മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ മമ്മൂട്ടിയെ മതേതരത്വം പഠിപ്പിക്കാൻ ഇറങ്ങിയ തീവ്ര വലതുപക്ഷവും അവർക്ക് മറുപടി കൊടുത്ത കേരളവും തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാര്യത്തിൽ പറയാനുള്ളത് ഇതാണ്. മമ്മൂട്ടി ഇത് ആദ്യമായല്ല ഹിന്ദു ക്രിസ്ത്യൻ വിരോധം സ്വന്തം സിനിമകളിലൂടെ ഒളിച്ചു കടത്തുന്നു. തൊണ്ണൂറുകളുടെ അവസാനത്തിലാണ് മമ്മൂട്ടിക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിക്കുന്നത്. അന്ന് വരെ അദ്ദേഹത്തിൻ്റെ ജാതിയെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ ഒരു തരത്തിലുള്ള ആശങ്കകളും നമുക്ക് ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ 2014 ശേഷമാണ് ഇത്തരത്തിൽ ജാതി മത ആശങ്കകൾ കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ അനുഭവപ്പെട്ടു തുടങ്ങിയത്. അന്ന് വരെ നമ്മൾ കമൽ എന്ന് വിളിച്ചിരുന്ന സംവിധായക കമൽ ഒരു ഘട്ടത്തിൽ കമാലുദ്ദീനാകുന്നു. വിജയിയെ ജോസഫ് വിജയ് എന്ന് പേരെടുത്ത് പറയേണ്ടി വരുന്നു. ഇപ്പോൾ അവസാനം മമ്മൂട്ടി മുഹമ്മദ് കുട്ടിയാവുന്നു. ഇതിനൊക്കെയും പിന്നിലുള്ളത് ഒരു രാഷ്ട്രീയം തന്നെയാണ്. അത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയമാണെന്ന് പറയുന്നതിൽ ഒരു തരത്തിലുള്ള തർക്കങ്ങളുമില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായി പുഴു എന്ന് പറയുന്ന സിനിമയെ ബന്ധിപ്പിച്ച് മമ്മൂട്ടിയുടെ മതേതരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ചില സംസാരങ്ങൾ, ചില പോസ്റ്റുകൾ, അതെല്ലാമാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. പക്ഷേ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ മതേതരത്വത്തെക്കുറിച്ച് അദ്ദേഹത്തിന് വേണ്ടി ക്ലാസ് എടുക്കാൻ ഇവിടെ ആരും തന്നെ വരേണ്ടതില്ല എന്ന് തീർത്ത് പറഞ്ഞുകൊണ്ടാണ് കേരളം അത്തരം സംഭവങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളാണ് ഇക്കാര്യത്തിൽ മമ്മൂട്ടിക്ക് പിന്തുണയുമായി ഫേസ്ബുക്ക് പോസ്റ്റുകളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. മമ്മൂട്ടിയുടെ അടുത്തൊരു സിനിമ ഇറങ്ങാനിരിക്കുകയാണ്. അതിൻ്റെ തൊട്ട് അടുത്ത ദിവസമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതും ആ സിനിമ ബഹിഷ്കരിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നതും. ഈ വിഭാഗക്കാർ മുമ്പ് ബഹിഷ്കരിച്ച സിനിമകളുടെയൊക്കെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അതെല്ലാം സൂപ്പർ ഹിറ്റായ ചരിത്രം തന്നെയാണുള്ളത്. ടർബോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സൂപ്പർ ഹിറ്റായി എന്ന തരത്തിലുള്ള ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ പോലും പുറത്തു വരുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ കണ്ട രീതിയിലുള്ള ബഹിഷ്കരണത്തിൻ്റെ അതേ രീതിയിലാണെങ്കിൽ ടർബോ വലിയ സംഭവമൊന്നും അല്ലെങ്കിലും സൂപ്പർ ഹിറ്റാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.